Hi everyone. ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് CDP? CDPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിസ്കോ ഡിസ്കവറി പ്രോട്ടോക്കോൾ എന്നാണ്. ഇത് സിസ്കോ ഡിസ്കവറി പ്രോട്ടോക്കോൾ ഇത് പ്രൊപ്പറേറ്ററി പ്രോട്ടോക്കോളാണ്, ഒരു ലെയർ 2 പ്രോട്ടോക്കോളാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിവൈസിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിൻ്റെ ഡയറക്റ്റ്ലി കണക്റ്റഡ് ഇൻ്റർഫേസിലുള്ള വേറെ ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഇൻഫർമേഷൻ അത് ഏത് ഡിവൈസാണ്, അതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ ഏതാണ്, അതിൻ്റെ ഹാർഡ്വെയർ വേർഷൻ ഏതാണ്, ഇത് റൂട്ടറാണോ, സ്വിച്ചാണോ, ഫയർവാളാണോ, IP ഫോണാണോ, എന്ത് ഡിവൈസാണ് എന്ന് ഒക്കെയുള്ള ഇൻഫർമേഷൻ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് CDP. അപ്പം ബൈ ഡിഫോൾട്ടായിട്ട് സിസ്കോ ഡിവൈസിനകത്തൊക്കെ CDP എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ അവർ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യും, ഞാൻ ഇന്ന ഡിവൈസാണ്, ഇപ്പോൾ ഞാൻ സ്വിച്ചാണ്, എൻ്റെ വേർഷൻ ഇതാണ്, എൻ്റെ iOS വേർഷൻ ഇതാണ് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളുടെ ഡയറക്റ്റ്ലി കണക്ട് ആയിട്ടുള്ള എല്ലാ ഇൻ്റർഫേസിനകത്തേക്കും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഇതും ഒരു സിസ്കോ ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഇൻ്റർഫേസിൽ എനിക്ക് സ്വിച്ച് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിവൈസ് ഉണ്ട്, അത് സ്വിച്ചാണ്, അതിൻ്റെ iOS വേർഷൻ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോട്ടോക്കോളാണ് CDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CDPൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ CDP ഒരു ലെയർ 2 പ്രോട്ടോക്കോളാണ്. അതായത് നമുക്ക് ഈ ഇൻ്റർഫേസിന് IP കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഈ ഇൻ്റർഫേസ് എന്ത് ചെയ്താൽ മതി, ലെയർ 2 ലെവലിൽ അപ്പായാൽ മതി, അപ്പുറത്തുള്ള ഡിവൈസ് ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് IP ബേസ്ഡ് ആയിട്ടല്ല ഇതിൻ്റെ CDPൻ്റെ ഇൻഫർമേഷൻ അവർ സെൻഡ് ചെയ്യുന്നത്. CDP ഇൻഫർമേഷൻ ലെയർ 2 ഹെഡർ വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇൻ്റർഫേസിന് IP കൊടുക്കണം എന്ന് നമുക്ക് നിർബന്ധമില്ല. ഇതാണ് CDP. പക്ഷേ CDP എന്ന് പറയുന്നത് എന്താ, സിസ്കോ പ്രൊപ്പറേറ്ററി പ്രോട്ടോക്കോളാണ്. അപ്പം സിസ്കോ ഡിവൈസുകളാണെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല CDP വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻ മാത്രമേ കിട്ടുള്ളൂ. R1 ഇരുന്നുകൊണ്ട് ഇയാൾക്ക് സ്വിച്ച് 1 സ്വിച്ച് 2 ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ സ്വിച്ച് 2ൻ്റെ അപ്പുറത്ത് സ്വിച്ച് 3 ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, സ്വിച്ച് 2ൽ കയറി നോക്കിയെങ്കിലേ നമുക്ക് സ്വിച്ച് 3 ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ഡിവൈസുകളെയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം IP ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ലെയർ 2 ലെവലിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഇവർക്ക് മീൻസ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ഡിവൈസുകളുടെ ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഗ്യാദർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് CDPൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. CDPൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിപ്പം CDP നമുക്ക് എവിടെ ആവശ്യം വരിക എന്ന് പറഞ്ഞാൽ, നമുക്ക് ടോപ്പോളജിക്കൽ സ്ട്രക്ചറൊന്നും ഇല്ലാതെ പ്രൊജക്റ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള LLDയും HLD ഒന്നും നമുക്ക് ആ ഡയഗ്രാം ഒന്നും നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പുതിയ എൻവയോൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കണക്ടിവിറ്റി എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ CDP യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് R1 കയറിയിട്ട് ഷോ CDP നൈബേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസുകളുടെ ഇൻഫർമേഷൻ കിട്ടും, നമ്മൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ഡിവൈസിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇനി ഷോ CDP നൈബർ ഡീറ്റെയിൽ എന്ന് പറയുന്ന കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസുകളുടെ IP അടക്കം കിട്ടും. അപ്പോൾ ആ IP അഡ്രസ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് ടെൽനെറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ പാസ്വേഡ് അറിയുന്നുണ്ട്, ടെൽനെറ്റ് ചെയ്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വീണ്ടും ഷോ CDP നൈബേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവരുടെ കണക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത് കിട്ടും. അതേമാതിരി ഈ ഡിവൈസിലേക്ക് ടെൽനെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെയുള്ള കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് കിട്ടും. അപ്പോൾ പയ്യെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ടോപ്പോളജിക്കൽ സ്ട്രക്ചറും നമുക്ക് ഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റും CDP ഉണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് കംപ്ലീറ്റ് സിസ്കോ ഡിവൈസുകളാണെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ടോപ്പോളജിയും നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ CDPൻ്റെ ഇനി ഇൻ്റർവ്യൂ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, വാട്ട് ഈസ് CDP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, CDP ഈസ് എ ലെയർ 2 സിസ്കോ പ്രോട്ടോക്കോൾ ദാറ്റ് ഷോസ് കണക്റ്റഡ് ഡിവൈസ് അല്ലെങ്കിൽ കണക്റ്റഡ് നൈബറിംഗ് ഡിവൈസ് എന്നൊക്കെ പറയാം. പിന്നെ CDP ഹെൽപ്സ് ഐഡൻറ്റിഫൈ നിയർബൈ സിസ്കോ ഡിവൈസസ് ഇൻ ദ നെറ്റ്വർക്ക്. പിന്നെ CDP ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് സിസ്കോ ഡിവൈസസ്. പിന്നെ CDP പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് അബൌട്ട് നൈബേഴ്സ് ഓൺ ദ നെറ്റ്വർക്ക്. CDP helps troubleshoot by displaying device connections. പിന്നെ CDP is used to discover Cisco devices in a network. പിന്നെ CDP shows IP model
ആൻഡ് ഇൻ്റർഫേസ് ഡീറ്റെയിൽസ് ഓഫ് കണക്റ്റഡ് ഡിവൈസ്. അതായത് നമുക്ക് നമ്മൾ ഏത് ഇൻ്റർഫേസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഏത് ഇൻ്റർഫേസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവരുടെ ഏത് ഇൻ്റർഫേസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഡിവൈസിൻ്റെ മോഡൽ ഏതാണ്, iOS വേർഷൻ ഏതാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ടോപ്പോളജിക്കൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും പിന്നെ നമുക്ക് എന്തെങ്കിലും കണക്ടിവിറ്റി ഇഷ്യൂസൊക്കെ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് CDP എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.